ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ CI ഗംഗയുടെ കൊലപാതകമാണോ, ഗംഗ എങ്ങനെയാണ് കാണാതായത് എന്നുള്ള കാര്യത്തിന്റെ ഉറച്ച തീരുമാനം എടുക്കാൻ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ ആ ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള വീട്ടിന്റെ CCTV ദൃശ്യം പരിശോധിക്കാൻ വേണ്ടി CIയും മറ്റൊരു പോലീസും കൂടി അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ആ ആളോട് പറയുകയും ആളുടെ വീട്ടിലെ CCTV പരിശോധിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കിരണിന്റെ വീട്ടിലേക്കാണ്. അപ്പോൾ കിരണും കല്യാണിയും പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. കല്യാണി ഇപ്പോൾ സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെയധികം പേടിച്ചിട്ടാണ്, തന്റെ കിരണേട്ടനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഭയം മുഖത്ത് കാണുമ്പോൾ കിരൺ പറയുന്നുണ്ട്, കല്യാണി, നിന്റെ മുഖത്ത് ഇത്ര ഭയം പാടില്ല, നീ നല്ല ബോൾഡായി തന്നെ നിൽക്കും. നിന്റെ മുഖത്ത് ഇങ്ങനെ ഭയം കണ്ടു കഴിഞ്ഞാൽ ആ സാറിന് സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് ബോൾഡായി നിന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും CI സാറ് വീണ്ടും അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കിരൺ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതെ, എന്തായാലും കിരണിനെ കണ്ടത് നന്നായി, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ എന്തായാലും ആ CCTV ഫുട്ടേജ് പരിശോധിച്ചു. അതില് ഫ്രണ്ടിലൂടെ ഒന്നും തന്നെ കാണുന്നില്ല. 2-3 ആ ഗംഗയുടെ കൂടെയുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. 2-3 പേരെ അവിടെ ഞാൻ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ CCTVയും പരിശോധിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും അതിന്റെ പുറകെ തന്നെയാണ് ഞാനുള്ളത്. ഗംഗ എന്തായാലും ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ കിരൺ ഇതിന്റെ പുറകിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല സാറേ, ഞാൻ കണ്ടില്ല എന്ന് പറയാണ്. അതെ, കാണാതിരുന്നാ നല്ലത്, കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ പുറകിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇതിന്റെ പുറകിൽ കിരണങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇതുപോലെ ആയിരിക്കില്ലട്ടാ ഞാൻ പെരുമാറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആർക്കും വേണ്ടാത്ത ഒരുത്തനാണ്, ഈ സമൂഹത്തിന് തന്നെ ഒരു ദ്രോഹിയായ ഒരുത്തനാണ് ഈ പറയുന്ന ഗംഗപ്രസാദ്. ഈ ഗംഗപ്രസാദിനെ സാറിന് എന്താ ഇത്ര കണ്ടുപിടിക്കാത്ര തിരക്ക്? എന്താ സാറ് ഇപ്പൊ അങ്ങനെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ സാറേ എന്ന് ചോദിക്കുകയാണ്. അവനെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഈ കല്യാണിയുടെ അമ്മ തന്നെ കൊന്നിട്ട്, അതുപോലെ തന്നെ കാർത്തികയുടെ കല്യാണത്തിന്റെ അന്ന് കാർത്തിക കല്യാണം കഴിക്കാൻ പോകുന്ന ദിലീപിന്റെ അച്ഛനെ കൊന്നു. അങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, പ്രതീക്ഷിക്കാത്ത കൊലപാതകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അവനെ ഒരിക്കലും പോലീസിന് പിടിക്കാൻ ഇത്രയും നാളായിട്ടും കഴിഞ്ഞില്ല. അത് പോലീസിന്റെ കഴിവുകേട് തന്നെയല്ലേ. എൻ്റെ കയ്യിൽ 2-3 പ്രാവശ്യം അവനെ കിട്ടിയായിരുന്നു. അപ്പോഴും ഞാൻ അവിടെ തല്ലിച്ചതച്ചെങ്കിലും അവൻ അപ്പോഴും രക്ഷപ്പെട്ടു. അങ്ങനെ ആർക്കും പിടികിട്ടാത്ത ഒരുത്തനാണ് അവനെ പിടികിട്ടി അത് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കിയിരുന്നുവെങ്കിൽ അവൻ എന്തായാലും തൂക്കുകയർ കിട്ടിയേനെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സാറെന്തിനാ ഇതിന്റെ പുറകെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ പഠിച്ച നിയമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏത് കൊലപാതകിയായാലും അയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും ആ ആളെ ഞാൻ അന്വേഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ എന്തായാലും അറിയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അത് ശരി, അന്ന് അങ്ങനെ നടക്കട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. എന്തായാലും നമ്മുടെ കാർത്തികയും ദിലീപും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മി അമ്മയും ലക്ഷ്മി അമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ പ്രകാശനുള്ളത്. അങ്ങനെ പ്രകാശൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പ്രകാശന്റെ സ്വഭാവത്തിൽ വളരെയധികം ആദ്യത്തെക്കാളും വളരെയധികം വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം റെസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ആ വീടിനുള്ളിൽ, ആ റൂമിനുള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും വരാതെ അവിടെ റൂമിൽ ഒറ്റയ്ക്കാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗംഗയെ കൊന്നത് കിരൺ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കിരൺ തല്ലിച്ചതച്ച സമയത്ത് ഗംഗ കിരണിന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഓടിപ്പോയിട്ട് പിന്നീട് കാണുന്നത് ഗംഗ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. അപ്പൊ എന്തായാലും ഒരു കല്ലില് തലയിടിച്ച് എന്നാണ് അവര് വിചാരിച്ചത്. അപ്പോൾ അത് അങ്ങനെയല്ല, അതിൻ്റെ പുറകിൽ മറ്റൊരുത്തനുണ്ട് എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ഇരുമ്പ് വടി കൊണ്ട് അവൻ്റെ തലയ്ക്കും ആരോ അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു അടി കിട്ടിയിട്ടാണ് ഗംഗ മരണപ്പെടുന്നതും. അപ്പോൾ ആ ഒരു അടി എന്ന് പറയുന്നത് ആ ഹോളിൽ ഉണ്ടായിരുന്ന തന്നെ ആള് തന്നെയാണ്. അത് നമ്മുടെ പ്രകാശൻ തന്നെയാവാനാണ് സാധ്യത. കാരണം പ്രകാശനായിരിക്കും അവൻ്റെ തലയ്ക്കടിച്ചതും അവനെ ആ അടി കൊണ്ടിട്ടായിരിക്കും അവൻ അവിടെ വീഴുന്നതും. അതിനുശേഷമായിരിക്കും ആ
മണ്ഡപത്തിലേക്ക് അവൻ എത്തിയതും അതുപോലെ തന്നെ മകളുടെ കൈ പിടിച്ച് നല്ല സമാധാനത്തോടു കൂടി കൈ പിടിച്ച് കൊടുത്തതും കാര്യങ്ങളൊക്കെ പ്രകാശന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഭയവുമില്ല. അതായത് ഗംഗയെ ഓർത്തിട്ടുള്ള ഭയമില്ല. പക്ഷേ പോലീസ് പിടികൂടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ പ്രകാശിന്റെ മനസ്സിൽ അങ്ങനെ വന്നിട്ടും ഉണ്ട്. എന്തായാലും CI ഉടനെ തന്നെ ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ആ കൈകൾ ആരെയാണ് എന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. അതൊരിക്കലും കിരണല്ല. പക്ഷേ എല്ലാവരും കിരൺ ആ ഒരു സത്യം അറിയുമ്പോൾ, ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടാണ് അവൻ മരിച്ചത് എന്നൊരു സത്യം അറിയുമ്പോൾ കിരൺ അടക്കം എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുവിന്റെ സ്വഭാവം വളരെയധികം നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കിരണിനെ സ്വന്തമാക്കാനുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് അവരങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ സരയു കിരണിനെ കൂടുതൽ അടുക്കുകയും അതുപോലെ തന്നെ കിരണിനോട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവനോട് കൂടുതൽ ഇടപഴകുകയൊക്കെ ചെയ്യുന്നുണ്ട്. കിരൺ അതൊട്ടും മനസ്സിലാവുകയും ഇല്ല. എന്തായാലും കല്യാണി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും എവിടെയാ കിരണേട്ട എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് ഞാൻ സരയുവിൻ്റെ കൂടെ പുറത്താണ് എന്നൊരു വാർത്തയാണ്. അത് കേൾക്കുന്ന ആദ്യം അവൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിടുന്നുണ്ടെങ്കിലും പിന്നീട് അതിൽ നിന്ന് അവൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ താരയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്ന് എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രൂപ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രൂപൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്താടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയുമ്പോൾ എന്തായാലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ജീവിതകാലം മുഴുവൻ സംരക്ഷയും സ്വന്തം മകള് ഭർത്താവും ഒക്കെ തള്ളിക്കളഞ്ഞ സമയത്ത് സംരക്ഷണത്തിനായി അവർ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ എന്തായാലും ഇങ്ങനെ സരയു കിരണിനെ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയും ചെയ്യുകയാണ്. എന്തായാലും ഗംഗപ്രസാദ് മരണപ്പെട്ടു എന്ന വാർത്ത എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെഫി പരോളിൽ ഇറങ്ങിയതിന് ശേഷം സ്റ്റെഫിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുകയാണ്. ഗംഗയെ കാണാത്തതിലുള്ള ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഗംഗയുടെ കൂട്ടുകാരന്മാരോട് പങ്കുവെക്കുകയാണ്. എനിക്കൊരിക്കലും അവനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൻ എവിടെ പോയതാണ്. ഇനിയിപ്പോൾ അവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അവരും അതേ പാതയിൽ തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഗംഗ മരണപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗംഗ ഈ പറയുന്ന രാഹുലും അതുപോലെ നമ്മുടെ വിക്രവും അവർ വലിയ സന്തോഷത്തിലാണ്. ഉടനെ തന്നെ ഗംഗേട്ടൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു എന്നറിയുന്ന ഗംഗേട്ടൻ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തും, ആരെങ്കിലുമൊക്കെ കൊല്ലും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് രാഹുലും വിക്രവും ഇരിക്കുന്നത്. പക്ഷേ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അവരെ തേടിയെത്തുന്നത്. അവർക്കും അത് വല്ലാത്തൊരു ഷോക്ക് മാറുന്നുണ്ട് രാഹുലിനും. അത് കാരണം ഈ പറയുന്ന മനോഹരനെ ഇല്ലാതാക്കാൻ ഗംഗയുടെ കാല് പിടിക്കണം, ഗംഗയെ ആശ്രയിക്കണം എന്ന് വിചാരിച്ച രാഹുലിനും അതൊരു തിരിച്ചടിയായി മാറുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.